കർത്താവേ, ഞങ്ങൾ ചേർന്ന് ഈ സ്നാനകുളത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ദേശത്തുള്ള ലക്ഷങ്ങളെ കർത്താവിലേക്ക് നേടുവാൻ ഈ സ്നാനകുളം കർത്താവ് ഉപയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവിൻ്റെ സാന്നിധ്യം ശക്തമായി ഇവിടെ വ്യാപരിക്കുമ്പോൾ കർത്താവ് സ്വർഗം സന്തോഷിക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ കൃപ കൂടി ഉണ്ടായിരിക്കണം. സ്നാനപ്പെടുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ഇതിന് സാക്ഷ്യം വഹിക്കാൻ വന്നിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവിൻ്റെ കരങ്ങളിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി, ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി, വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേൽ, വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേൽ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനു ജയം ജയം എപ്പോഴും. ഹല്ലേലൂയ. സ്വന്തം ഇഷ്ടത്താലാണോ സ്നാനപ്പെടുന്നത്? അത് ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ? ഹല്ലേലൂയ. പരിശുദ്ധിയുടെ സ്വന്തം ഇഷ്ടത്താലും വചനത്തിന്റെ അടിസ്ഥാനത്തിലും, അത് വചനം പറയുന്നു കർത്താവായ യേശുവിനെ രക്ഷകനാഥമായിട്ട് സ്വീകരിച്ച ഒരു വ്യക്തി ജലത്തിൽ സ്നാനപ്പെടണം, അല്ലേ? ഹല്ലേലൂയ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി എല്ലാവരും ചേർന്ന് പ്രാർത്ഥനയോടിരിക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധിനെ സ്നാനപ്പെടും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ.